പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഒരു പുതിയ പ്രഭാതം കൂടി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസം അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ, കർത്താവെ അങ്ങയെ ആഴമായിട്ട് അറിയാനും സ്നേഹിക്കാനുമായിട്ടാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങയെ അറിഞ്ഞ് അങ്ങയുടെ വചനത്തിലൂടെയാണ് ഞങ്ങൾ അങ്ങനെ അറിയുന്നത്. അങ്ങയുടെ കുദാശകൾ ഞങ്ങൾക്ക് നൽകിയ കുദാശകളിലൂടെ അങ്ങയെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഈശോയെ, ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അത് ഞങ്ങളുടെ വ്യക്തിപരമായ അങ്ങയുമായുള്ള ബന്ധത്തിലും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ഞങ്ങളുടെ ജീവിതത്തിലെ ക്രൈസ്തവ സാക്ഷ്യമായിട്ട് മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസം 22-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകർ ആകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേട്ടിട്ട് പോകുന്നവര് ആത്മവഞ്ചകരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു പരിവർത്തനമുണ്ട്. അത് നമ്മൾ അവഗണിച്ചിട്ട് കടന്നു പോകുമ്പോൾ ശരിക്കും നമ്മളൊരു ആത്മവഞ്ചനയാണ് ചെയ്യുക. കാരണം അത് നമ്മളിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അനുവർത്തിക്കണമെന്നാണ് കർത്താവ് നമ്മോട് പറയുക. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് തന്നെ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ തിരുവചനത്തില് കർത്താവ് വളരെ മനോഹരമായിട്ട് നമുക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയണത്? നമ്മൾ വചനം കേട്ടിട്ട് പോകുമ്പോൾ അത് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല, നമ്മളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അസ്വസ്ഥതകളിലൂടെ ആകുലതയെ കടന്നു പോകുമ്പോൾ ആ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കില്ല, നമുക്കത് ജീവിത പ്രതിസന്ധികൾ ഉപകരിക്കില്ല. അങ്ങനെയുള്ള മനുഷ്യന് എന്താ സംഭവിക്കുന്നതെന്ന് ഈശോ പറയുന്നുണ്ട്. തുടർന്ന് മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. അപ്പോ ഇങ്ങനെ വചനം കേട്ടിട്ട് അത് അനുവർത്തിക്കാതെ കേട്ടുകൊണ്ട് പോകുന്ന ആത്മവഞ്ചകർക്ക് സംഭവിക്കുന്ന ദുരന്തമാണ്. അതായത് ഒരു വചനം കേൾക്കുന്ന മനുഷ്യൻ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മഴ പെയ്യുകയും കാറ്റൂതിയും വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീടിന് ഉറപ്പില്ല, ആഴമില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ വിശ്വാസത്തിൽ നമുക്കൊരു ഫെയ്ത്ത് ഫോർമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മക്കളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവര് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ മക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, യുവാക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയാണ് നമ്മൾ കാർമൽ ധ്യാന കേന്ദ്രത്തില്, പ്രത്യേകിച്ചും ഫാദർ ബോസ്കോ അച്ഛൻ ആ ഒരു ശുശ്രൂഷ നടത്തുന്ന ഒരു സമയമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് ഈ മക്കളൊക്കെ വന്ന് പറയുന്നതാണ്, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട്, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റണില്ല. പ്രിയമുള്ളവരെ, അവർക്ക് എന്താ സംഭവിക്കുന്നത്? തകർന്നു പോവാണ്. ആ വീടിന്റെ അടിസ്ഥാനം ഉറപ്പില്ലാത്തത് കൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ ആ ഭവനം വീണ് തകർന്നു പോവാണ്. അതാണ് ഈശോ പറയണത്, ആത്മവഞ്ചകരായിട്ട് നമ്മൾ മാറരുത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിന്റെ 1-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമ്മൾ അതാണ് വായിച്ചത്. അപ്പൊ അതുകൊണ്ട് പലരും വചനം കേൾക്കുന്നു, വായിക്കുന്നു, ധ്യാനിക്കുന്നു. പക്ഷേ ഈശോ ചോദിക്കണം, നീ കേട്ട വചനം നീ ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. നമുക്ക് എല്ലാം പറ്റില്ല. ചില പ്രതിസന്ധികളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെങ്കിലും നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു എന്നുള്ളത് ഈശോ നമ്മൾ ഹൃദയമാണ് നോക്കുന്നത്. നമ്മുടെ ആഗ്രഹവും പരിശ്രമവുമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പൊ പരിവർത്തിതമായ ജീവിതമാണ് സാക്ഷ്യം. ഇത് വചനം കേൾക്കുമ്പോൾ എന്താണ് യഥാർത്ഥ സംഭവിക്കുന്നത്? മാനസാന്തരം ഉണ്ടാവണം. ഇതാണ് ആത്മവഞ്ചകൻ ഈശോ പറയുന്നത്. നമ്മളിൽ ഒന്നും ഒരു ചുക്കും സംഭവിക്കില്ല നമ്മൾ പറയില്ലേ, എന്റെ ഉള്ളിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മാനസാന്തരം ഉണ്ടാവണം, ഒരു സൗഖ്യം ഉണ്ടാവണം, ഒരു ജീവിത നവീകരണം ഉണ്ടാവണം. യേശുവിലേക്ക് നമ്മൾ തിരിയണം. യേശുവിലേക്ക് നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ജീവിതം കർത്താവിൽ കേന്ദ്രീകൃതമായി വചനാധിഷ്ഠിതമായിട്ട് മാറണം. അതുകൊണ്ട് വചനം കേൾക്കുന്നവൻ കേൾക്കുക മാത്രം ചെയ്യുന്നവൻ സ്വയം വഞ്ചിക്കുന്നു. ഇനി വചനം അനുസരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ജീവിതം ഉറപ്പുള്ളതാക്കി മാറ്റുന്നു.
നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലൊക്കെ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ, ഇപ്പം ഞാൻ വലിയൊരു ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ അച്ഛനാണ്. എൻ്റെ ഹാർട്ടിൻ്റെ വാൽവൊക്കെ എടുത്തു മാറ്റി പുതിയത് വെച്ചേക്കണത്. അപ്പോൾ 2-3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ സർജറിക്കൊക്കെ പോകുമ്പോൾ എന്നെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. കാരണം എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിനടുത്തേക്ക് പോവുക. ഇന്നും എപ്പോഴും അങ്ങനെ നടക്കാനായിട്ട് നമുക്ക് പറ്റും. ദൈവത്തിൽ ആഴപ്പെട്ട് ജീവിക്കുക. നമുക്ക് ദൈവം ഒരു ജീവിതം അനുവദിച്ചിട്ട് ദൈവം അനുവദിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ആകുലപ്പെട്ടിട്ടും കാര്യമില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു മുന്നാസ്വാദനം. അപ്പൊ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പുറത്തു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോവാണ്. നമുക്കൊരു കടബാധ്യത ഉണ്ടാവുകയാണ്, പരീക്ഷ വരുന്നു, അല്ലെങ്കിൽ രോഗം വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നേരിടാനായിട്ട് നമ്മൾ പോകുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ബലമാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ പോയിരിക്കും. വചനം കേട്ട് കർത്താവ് എന്തു പറയുന്നു, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് വരുത്തുന്ന ദൈവം. അതാണ് നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോ പറയണ കേൾക്കാം, എന്റെ വചനം കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത വിവേകമതിയായ മനുഷ്യ തുല്യനാണ്. ഇനി ഈ മണലിൽ വീട് പണിതവനാണെങ്കിലോ അവ വിവേകശൂന്യനാണ്. അപ്പൊ മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വീട് തകർന്നടിച്ച് വേണം. പാറമേൽ പണിതവന്റെ വീട് തകരില്ല. കാരണം അത് അത്രയ്ക്ക് ബലവത്താണ്, സ്ട്രോങ് ആണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ ഈ വചനം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഈ വചനം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നമുക്കതിനെ ജീവിതബന്ധിയാക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് കുടുംബത്തില് ക്ഷമയോടുകൂടെ, സഹനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഒക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് പ്രതിസന്ധികളുണ്ട് കുടുംബ ജീവിതങ്ങളിലൊക്കെ. ഒരു മനസ്സോടെ നിൽക്കാം. അപ്പൊ ജോലി ചെയ്യുന്നിടത്ത് സത്യസന്ധതയോടെ, നീതിയോടുകൂടി പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളിലൊക്കെ അഹങ്കാരമൊക്കെ മാറ്റി എളിമയോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അതുപോലെ വേദനകളിൽ പരാതി പറയാതെ ഈശോയിൽ വിശ്വസിക്കുക. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ അപ്പൻ രോഗാവസ്ഥയിലാണ്. അപ്പൻ ഇങ്ങനെ ക്ഷീണിച്ച്, പ്രായമുണ്ട്, ഇപ്പോൾ ലോകത്തിലെ അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എന്ന് പറയില്ലേ, ആകെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷെ നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ പോലെ ആയിട്ട് നീ മാറുന്നുണ്ടോ? അപ്പനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലൊക്കെ തള്ളി വന്നു ഒരുങ്ങി. അപ്പൊ നമുക്കത് കാണുമ്പോൾ ഒരു സങ്കടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് അച്ഛനായതുകൊണ്ട് വീട്ടിൽ ഞാൻ ചെല്ലണ നേരം എപ്പോഴും എനിക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ മുന്നേ കണ്ട ആൾ ഇപ്പൊ കാണുമ്പോൾ മൊത്തത്തിൽ ആള് മാറിയിരിക്കുക. പക്ഷെ ഞാൻ കുരിശിന്റെ മുന്നിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ഇതാ വചനം നമുക്ക് ആപ്ലിക്കാൻ. കർത്താവ് പറയാണ്, നിന്റെ അപ്പൻ എന്നെ പോലെ ആയിട്ട് മാറണം. ഈശോയുടെ അനുരൂപനാണ് എന്ന് പറഞ്ഞാൽ സഹനങ്ങളിലൂടെ കടന്നു, ഒരു സഹനം പോലും വെറുതെ ആയി പോകണില്ല. ആ അപ്പനെ ശുശ്രൂഷിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അവരും ആ സഹനത്തിൽ പങ്കുചേരാണ്. നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ള, ഇവിടെയൊക്കെയാണ് ഈ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അനുവർത്തിക്കുന്നവരാകുവിനെന്ന് ഈശോ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പന ഈശോയോട് ഐക്യപ്പെടണം. കർത്താവിനോട് പറയണം, കർത്താവ് അങ്ങ് കുരിശിൽ കിടക്കുന്ന പോലെ അവസ്ഥയിൽ ഞാനിപ്പോൾ ഇരിക്കണേ, എനിക്ക് അങ്ങയുടെ ആ സഹനത്തിൽ പങ്കുചേരാനായിട്ട് എനിക്ക് അവസരം തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, സാന്നിധ്യമുണ്ട്. ആ സഹിക്കുന്ന മനുഷ്യന്റെ ചുറ്റുപാടും അവന്റെ വീടും ചുറ്റും ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. പ്രിയമുള്ള, ഇതൊക്കെ നമുക്കൊരു ശക്തി പകരേണ്ട കാര്യമാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം കേട്ട അത് ഞങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ, ഞങ്ങളിൽ പരിവർത്തനം നടത്താൻ, ഞങ്ങളെ ഈശോയുടെ അനുരൂപരാക്കാൻ, ജീവിത പ്രതിസന്ധികളിൽ ഞങ്ങൾ നേരിടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ മണലിൽ വീട് പണിതവർ പോലെ ഭോഷന്മാരാകാതെ പാറമേൽ വീട് പണിത വിവേകമതിയായ മനുഷ്യനെ പോലെ ആകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആ ഈശോയാകുന്ന ആ നങ്കൂരം ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളുടെ ആ വഞ്ചി തകർന്നു പോകാതെ, വീണു പോകാതെ ഉറച്ചു നിൽക്കാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.